മുങ്ങോട് ഇടവകക്കാർക്കൊക്കെ ഏറെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഞങ്ങളുടെ ഇടവകയിൽ ഇന്ന് 2 വെഞ്ചരിപ്പ് കർമ്മങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തേത് മാതാവിൻ്റെ നാമത്തിലുള്ള ഈ ഒരു ഗ്രോട്ടോയായിരുന്നു. ഈ ഒരു നിർമ്മാണ പ്രവർത്തനം കുറച്ച് നാളുകളായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത് പൂർത്തിയാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. എന്നാൽ ദൈവസഹായത്തിൽ എല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയായി വളരെ മനോഹരമായ രീതിയിൽ ഇത് ബ്ലെസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്ലെസ്സിങ്ങിനായിട്ട് നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വന്നത് നമ്മുടെ ക്രിസ്തുദാസ പിതാവായിരുന്നു. പിന്നീട് രണ്ടാമതായിട്ട് നമ്മുടെ ഇടവകയിൽ വെഞ്ചരിച്ചത് ഈ അന്തോനിസ് പുണ്യാളൻ്റെ കുരിശടിയാണ്. നമ്മുടെ ഇടവകയിൽ 1-2 കുരിശടിയൊക്കെ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്തോനിസ് പുണ്യാളൻ്റെ നാമത്തിൽ. കാലക്രമത്തിൽ അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് വീണ്ടും ഞങ്ങൾ അന്തോനിസ് പുണ്യാളൻ്റെ നാമത്തിൽ ഒരു കുരിശടി വീണ്ടും സ്ഥാപിച്ചിരിക്കുകയാണ്. പിന്നീട് ഞങ്ങളുടെ ഇടവകയിൽ കുർബാനയ്ക്ക് ശേഷം കുറച്ച് സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ദേ പോയി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ആയിട്ട് ബൈബിൾ പകർത്തി എഴുതിയവർക്കുള്ള സമ്മാനങ്ങളാണ്. അവസാനം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമ്മാനം ഞങ്ങളുടെ ഇടവക തരുന്നതാണ്. മുന്നേ രൂപതയിൽ നിന്നും ഞങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് സമ്മാനം മേടിച്ചിട്ടുണ്ടായിരുന്നു. മുങ്ങോട് പള്ളി ഇരിക്കുന്നത് ഒരു കായൽ തീരത്താണ്. അപ്പോൾ ആ കായലിൻ്റെ തീരത്ത് തന്നെയാണ് ഈ ഒരു ഗ്രോട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഈ കായൽ തീരത്ത് ഇരിക്കുന്ന ഈ ഒരു ഗ്രോട്ടോയുടെ മുൻവശത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക അനുഭവമായിരിക്കും. അതിരാവിലെയോ വൈകിട്ടോ വരാനായിരിക്കും കൂടുതൽ സൗകര്യം. കാരണം ഉച്ചയ്ക്ക് വന്നാൽ കുറച്ച് ചൂടായിരിക്കും. വെയിൽ നല്ല രീതിയിൽ അടിക്കുന്ന ഭാഗത്താണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ പരിസരത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രോട്ടോ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കിട്ടിയ സമ്മാനം എന്താണെന്നല്ലേ, ഈ ഒരു ജപമാലയാണ് കിട്ടിയത്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം.